നാം നമ്മിൽ തന്നെ എത്രത്തോളം കുടുങ്ങിപ്പോകുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഗൗരവപൂർണമായ ഒരു ചിന്ത നമുക്കുണ്ടാകണം. അനുദിനം ആത്മശോധന ചെയ്യുകയും സ്വന്തം പ്രവൃത്തികളെ വിലയിരുത്തുകയൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ആത്മശോധനയുടെ ഒരു പടി മാത്രമാണ്. പുറമേ കാണപ്പെടുന്നത് പോലെ തന്നെയാണോ അകമേയും നമ്മൾ? നമ്മെക്കുറിച്ച് തന്നെ നമുക്കൊരു അവബോധമുണ്ടാകണം. എന്റെ പ്രവൃത്തിയും ഞാനും തമ്മിൽ എത്ര അകലം? മനോഭാവങ്ങൾ മിക്കവാറും ഒളിച്ചു വയ്ക്കപ്പെട്ട നിലയിലാണ്. അവ പുറത്ത് പ്രകടമാകില്ല. പുറത്ത് പ്രകടമാകുന്നത് സാഹചര്യത്തിനനുസൃതമായ ഒരു പെരുമാറ്റം മാത്രമാണ്. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവൃഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. ആത്മീയ പാഠങ്ങളിൽ അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ക്രൈസ്തവ വീക്ഷണത്തിനകത്ത് നാം ജീവിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവിത പ്രവർത്തികൾ, പ്രയോഗങ്ങൾ, അനുനിമിഷം നാം ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ എന്നും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഭാരങ്ങൾ ഒഴിഞ്ഞും അവനവന്റെ കുറവുകൾക്ക് ക്ഷമ ചോദിച്ചും ദൈവസന്നിധിയിൽ സ്വതന്ത്രമായി നമുക്ക് വ്യാപരിക്കാൻ കഴിയേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചാണ് ഈ ആത്മശോധനയുടെ ഭാഗമായി നമ്മൾ ചിന്തിച്ചത്. ആത്മശോധനയുടെ ഗൗരവാർഹമായ വേറൊരു തലത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്. പുറത്ത് ലോകത്ത് ജീവിക്കുന്ന ഞാനും കാണപ്പെടുന്ന ഞാനും എൻ്റെ ആന്തരികമായി ഞാനും തമ്മിലുള്ള അന്തരം എത്രത്തോളമുണ്ട്? പുറമേ കാണുന്നതനുസരിച്ചല്ല നമ്മളെന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്താണ്? ബന്ധങ്ങളൊക്കെ അടുത്തടുത്ത് വരുന്തോറും വലിയ പ്രശ്നങ്ങളായി മാറും. അകലെ നിന്ന് എല്ലാം സൗഹാർദ്ദപരമാണ്, സ്നേഹമാണ്. പക്ഷേ അടുക്കുന്തോറും പരസ്പരം യോജിക്കാനാവാത്ത സന്ദർഭങ്ങൾ കൂടുതലുണ്ടാകുന്നു. അവരിനെ അംഗീകരിക്കാൻ കഴിയാതെ വരുന്നു. സമ്മർദ്ദങ്ങൾക്കകത്ത് പെട്ടുപോകുന്നു ജീവിതം. എന്തുകൊണ്ടാണ് ഇപ്രകാരത്തിൽ സംഭവിക്കുന്നത്? ആന്തരികനായ എന്നെക്കുറിച്ച് എനിക്ക് അവബോധമില്ലാതെ പോകുന്നതുകൊണ്ടാണ്. പുറമേ പെരുമാറുന്നതും അകമേ കരുതി വെക്കുന്നതും രണ്ടായി മാറും. യഥാർത്ഥത്തിൽ ഒരു കാപട്യത്തിന്റെ ജീവിതമാണ്. ഒരാളുടെ ക്യാരക്ടറും അയാളുടെ ബിഹേവിയറും തമ്മിലുള്ള അന്തരമാണ്. അയാളുടെ പ്രകൃതവും അയാളുടെ പെരുമാറ്റവും രണ്ടും രണ്ട് തരത്തിലാണ്. പെരുമാറ്റം എപ്പോഴും സാഹചര്യത്തിനനുസൃതമായിട്ടാണ്. എന്നോട് മറ്റുള്ളവർ പെരുമാറുന്നതനുസരിച്ച് ഞാൻ പെരുമാറുന്നു. ഞാൻ ആരാണ് എന്നൊരു ധാരണ, എന്നെക്കുറിച്ചുള്ള എൻ്റെ പുറംപൂച്ച് എങ്ങനെയാണോ അതനുസരിച്ച് ഞാൻ പെരുമാറും. പുറമേ നിന്ന് എത്ര പരിശോധിച്ചാലും നമുക്ക് അഹങ്കാരമുള്ളതായിട്ടോ ഏതെങ്കിലും തരത്തിൽ സ്വാർത്ഥമായി നാം പ്രവർത്തിക്കുന്നതായിട്ടോ ഒന്നും കാണാൻ കഴിയില്ല. വളരെ സ്വാഭാവികവും വാസ്തവികവുമായ ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുക. നമ്മൾ ചെയ്യുന്നതൊക്കെ നന്മയാണ്, ഒരു കുഴപ്പം അതിനകത്തില്ല. പക്ഷെ ഹൃദയം പുലർത്തുന്ന നിലപാട് ഏത് തരത്തിലാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ പുറമെയുള്ള നമ്മളാണ് ശരി എന്ന നിലയ്ക്ക് നമ്മൾ ജീവിച്ചു പോകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ കുറവുകളും പോരായ്മകളും ഉണ്ടാകുന്നു. ആ കുറവുകളും പോരായ്മകളും താൽക്കാലികമായി നമുക്ക് സംഭവിക്കുന്ന വീഴ്ചകൾ മാത്രമായിട്ടാണ് ആത്മശോധനയെ പോലെ നമുക്ക് തോന്നുക. വളരെ നല്ലവരാണല്ലോ നമ്മൾ, നമുക്ക് ഇന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞില്ല, ഒരു പിഴവാണ്. പക്ഷെ അടിസ്ഥാനപരമായി സ്നേഹവിരുദ്ധമായ ഒരു നിലപാട് ഹൃദയം സ്വീകരിച്ചിട്ടുള്ളതും ആന്തരികമായി സ്വാർത്ഥത്തിൽ കുടുങ്ങിയ ഒരാളാണ് തന്നിലുള്ളതെന്നും അയാൾ തിരിച്ചറിയുന്നേയില്ല. പുറമേ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ആ സാഹചര്യങ്ങൾക്കകത്ത് നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളായിട്ടാണ് പലപ്പോഴും നമ്മൾ കരുതുന്നത്, വാസ്തവമായിട്ടല്ല. നമ്മുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും നമ്മുടെ അകമേയുള്ള നമ്മുടെ യഥാർത്ഥ മനുഷ്യന്റെ പ്രവൃത്തികളും പ്രയോഗങ്ങളുമാണ്. അത് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന ഒരു വഴക്കുണ്ടായി, അപ്പൊ എന്നോട് ഇങ്ങനെ സംസാരിച്ചു, ഞാൻ അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോയി, ഒരു വീഴ്ചയാണ്, തെറ്റുപറ്റിപ്പോകുന്നുണ്ട്, സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്നില്ല. അകമേയുള്ള ആന്തരിക മനുഷ്യനെ നമ്മൾ പരിശോധിക്കുന്നില്ല. ഈ ആന്തരിക മനുഷ്യന്റെ ഒരു നിലപാടിൽ നിന്നാണ് ബാഹ്യ മനുഷ്യൻ പ്രവർത്തിക്കുന്നത്. ഹൃദയത്തിന്റെ തികവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. ആന്തരിക മനുഷ്യൻ എவ்விதമാണ് പെരുമാറുന്നത്, ആ മനുഷ്യന്റെ പരിമിതികൾ എന്താണ്, ആ മനുഷ്യൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാൻ ഒരു കണ്ണാടി മനസാക്ഷിയാണ്. ആ കണ്ണാടിയിൽ ക്രിസ്തുവുമായി നമ്മെ ചേർത്ത് വെച്ച് നോക്കാൻ നമുക്ക് കഴിയണം. പലപ്പോഴും നമ്മൾ ഈ പ്രവൃത്തികളെ കുറിച്ചുള്ള ആത്മശോധന നടക്കുന്നുണ്ട്. ഈ ആത്മശോധന അനുഭവമാകാത്തതിനൊരു കാരണവും ആത്മശോധനയുടെ ഫലം, ആത്മശോധന ചെയ്ത് തെറ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടും വീണ്ടും അതേ വഴിയിലൂടെ തന്നെ നമ്മൾ നടക്കാനുള്ള കാരണം അകമേയുള്ള എഞ്ചിൻ മാറിയിട്ടില്ല. ബോഡിക്ക് നടത്തുന്ന മെയിൻ്റനൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ കപ്പാസിറ്റി എപ്പോഴും പഴയത് തന്നെയായിരിക്കും. ആ പഴയ കപ്പാസിറ്റിയെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ ഏത് തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു ഭാവമാണ് നമ്മുടെ അകത്ത് നിലനിർത്തിയിട്ടുള്ളത്, എന്താണ്
ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യം, നമ്മുടെ അകത്തുള്ളയാൾ, ആ ആന്തരിക മനുഷ്യൻ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, ആ ആന്തരിക മനുഷ്യന്റെ പ്രയോഗത്തിനുള്ള കേവല ഉപാധി മാത്രമാണ് ബാഹ്യ മനുഷ്യൻ. നിങ്ങൾ അഹങ്കാരിയാണോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും സമ്മതിക്കൂ? നമുക്ക് പരിമിതികളും പോരായ്മകളും ഒക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ ഒരു അഹങ്കാരവും നമ്മൾക്കില്ല. നമ്മളൊക്കെ ആരാണ്, നമ്മളൊക്കെ ചെറിയ മനുഷ്യരല്ലേ എന്ന് വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയും. ഇത് ബാഹ്യമായിട്ട് പറയുന്നതാണ്. പക്ഷെ ആന്തരികമായിട്ട് എങ്ങനെയാണ്? ആന്തരികമായിട്ട് അവനവൻ പ്രമാണിയാണ് എന്നൊരു ബോധം അകത്തുണ്ട്. ഒരു എക്സാഗ്രേറ്റഡ് സെൽഫ് ഇമ്പോർട്ടൻസ് നമുക്ക് നമ്മിലുണ്ട്. അത് അകമേ മറഞ്ഞിരിക്കുകയാണ്. അതിന്റെ ബഹിസ്ഫുരണമാണ് ബാഹ്യതലത്തിൽ സംഭവിക്കുന്നത്. എപ്പോഴാണ് അയാൾ കോപിഷ്ഠനാകുന്നത്? ഈ പറഞ്ഞ ആ ഇമ്പോർട്ടൻസിന് എക്സാഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ വലിയ ഗാംഭീര്യതയ്ക്ക് ഉടവ് തട്ടുമ്പോഴാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരാൾ ചോദ്യം ചെയ്യുമ്പോൾ, നിങ്ങൾ ഒരാൾ കുറ്റം പറയുമ്പോൾ, നിങ്ങളുടെ പ്രവൃത്തിയെ വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു, കോപിഷ്ഠനായി പോകുന്നു, നിങ്ങൾ അറിയാതെ പൊട്ടിത്തെറിക്കുക. പക്ഷെ നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മൾ ആരോപിക്കുമ്പോൾ നമ്മൾ അങ്ങനെ സഹിക്കും. നിങ്ങൾക്ക് എന്തുകൊണ്ട് ദ്രോഹം സഹിച്ചുകൂടാ? മറ്റുള്ളവരുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതല്ലേ? അവരും നമ്മെപ്പോലെ തന്നെ മനുഷ്യരാണല്ലോ. അവർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ടല്ലോ, അവർക്കും അവരുടെ ജീവിതാനുഭവങ്ങളുണ്ടല്ലോ. അവിടെ നിന്ന് അവർ നമ്മെ വിമർശിക്കുമ്പോൾ നമ്മൾ തന്നെ കുടുങ്ങി, നമുക്കത് സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പ്രതികരിക്കുന്നത് നമ്മുടെ അകത്ത് ഇങ്ങനെ എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സെൽഫ് ഇമ്പോർട്ടൻസ്, ഒരു പ്രത്യേകത, ഒരു ഗാംഭീര്യമുള്ള ഒരാൾ നമ്മിലുണ്ട് എന്ന ബോധം നമ്മൾ പോലും അറിയുന്നില്ല. മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനും മറ്റുള്ളവരുടെ അംഗീകാരം പിടിച്ചു പറ്റാനുമുള്ളൊരു സ്വഭാവം നമ്മുടെ അകത്ത് രൂഢമൂലമായിട്ടുണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലാകുന്നില്ല. നമ്മൾ സാധാരണഗതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നമ്മൾ കാണിക്കുന്നത്, ബാഹ്യ മനുഷ്യൻ കാണിക്കുന്നത്. പക്ഷെ ഓരോ പ്രവൃത്തിയുടെയും ചലനങ്ങളുടെയും വസ്ത്രധാരണത്തിന്റെയും എല്ലാം പുറകിൽ അകമേ ഇങ്ങനെ ശ്രദ്ധ ആകർഷിക്കാനും അംഗീകാരം നേടാനുമുള്ള അഭിവാഞ്ച ഉള്ള ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ടോ? അങ്ങനെ ഒരാൾ അകമേ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയണം. നമ്മെ തന്നെ നാം വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ ആന്തരിക മനുഷ്യൻ ഇങ്ങനെ ഒരു ഗാംഭീര്യത്തിലും സ്വന്തം പ്രാധാന്യത്തിലും കുടുങ്ങിക്കിടപ്പുണ്ടോ? അംഗീകാരവും ശ്രദ്ധയും ക്ഷണിക്കാൻ നിരന്തരം തുടിക്കുന്ന ഒരാളാണോ അകമയുള്ള ആന്തരിക മനുഷ്യൻ? ഒരു എമ്പതിക് വേയിലാണോ, സഹവർത്തിത്വത്തിലാണോ ഹൃദയം മുന്നിട്ടുള്ളത്? എല്ലാറ്റിനെയും നിസ്സാരമായി കാണുന്ന, എല്ലാം വളരെ വില കുറഞ്ഞതും തന്നെക്കാൾ താഴ്ന്നതുമായി കാണുന്ന, എല്ലാറ്റിനെയും നിഷേധാത്മക സ്വഭാവത്തോടെ കാണുന്ന ഒരു ഭാവം അകമയുണ്ടോ? ഇതൊക്കെ നമ്മളെ തന്നെ പരിശോധിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് നാം തിരിയേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ അകത്തുള്ള ആന്തരിക മനുഷ്യനെ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റണം. ആ ആന്തരിക മനുഷ്യനെ കണ്ടെത്തി അഴിച്ചു പണിയുമ്പോൾ മാത്രമേ ക്രിസ്തുവിൽ ഒരു നവജീവിതം നമുക്ക് സാധ്യമാകും. എഫേസ്യർ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 22 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുമല്ലോ, നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ നിങ്ങൾ പരിശോധിക്കണം. ആസക്തികളാൽ കലുഷിതനായ ഒരു പഴയ മനുഷ്യൻ, നമ്മിൽ ഒരു പഴയ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ആന്തരിക മനുഷ്യനുണ്ട്. ആസക്തികളാൽ കലുഷിതനായ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണം. നമ്മുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട്, ജീവിതത്തിൽ നാം കടന്നു വന്ന വഴികളിൽ നാം നേരിട്ട പ്രയാസങ്ങളിലൂടെയും പ്രതിബന്ധങ്ങളിലൂടെയും നാം നേരിട്ട സഹനങ്ങളിലൂടെയും ഒക്കെ രൂപപ്പെട്ട ഈ ആന്തരിക മനുഷ്യൻ അകമേ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ക്രിസ്തുമാർഗം ഇതാണെന്നറിയാം, സ്നേഹമാണെന്നറിയാം, ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നറിയാം, പക്ഷെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. കാരണം അകമേ ഇങ്ങനൊരു മനുഷ്യനുണ്ട്, ഒരു ആന്തരിക മനുഷ്യനുണ്ട്. ഈ ആന്തരിക മനുഷ്യൻ മറച്ചു വെക്കപ്പെട്ട ഒളിഞ്ഞിരിക്കുന്ന വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വം ജീവിത മേഖലകളിൽ ഇടപെടുമ്പോൾ താൽക്കാലികങ്ങളെന്ന് നമുക്ക് തോന്നിയേക്കാം. നമ്മൾ മിസ്ബിഹേവ് ചെയ്യുന്നു, തെറ്റായി പ്രതികരിക്കുന്നു, ക്രിസ്തു വിരുദ്ധനായി പോകുന്നു. പക്ഷെ അതൊക്കെ താൽക്കാലികമായ പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ ആന്തരിക മനുഷ്യന്റെ പ്രവൃത്തിയുടെ പ്രതിഫലനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരിമിതമായ ഈ സാഹചര്യങ്ങളിലെയും സന്ദർഭങ്ങളിലെയും അനുഭവങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. അതുകൊണ്ട് തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ ആന്തരിക മനുഷ്യനെ നമ്മൾ പരിശോധിക്കണം. ഇങ്ങനൊരു മനുഷ്യനുണ്ട്, എക്സ്ട്രീംലി സെൽഫ് സെന്റേർഡായ, അഥവാ അവനവനെ മാത്രം കേന്ദ്രീകരിക്കുന്ന, വളരെയധികം കഠിനമായി അവനവനെ മാത്രം കേന്ദ്രീകരിക്കുന്ന, അതേസമയം എക്സാഗ്രേറ്റഡ് സെൽഫ് ഇമ്പോർട്ടൻസ് ഉള്ള, എൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വലിയ അവബോധമുള്ള, ഞാനെന്ന
ഒരു മഹാസംഭവമാണ് ഞാനെന്ന് കരുതുന്നത്. ചിലർ പറയില്ല ഞാനൊരു മഹാസംഭവമാണ് അങ്ങനെ കരുതുന്ന ഒരു മനോഭാവം അകമേ ഉണ്ടെങ്കിൽ ആ മനോഭാവത്തിലൂടെ പുറത്തു വരുന്ന പ്രവൃത്തികൾ എപ്പോഴും മറ്റുള്ളവരെ അപഹസിക്കുന്നതാകും, തരം താഴ്ത്തുന്നതാകും, മറ്റുള്ളവർക്ക് അരോചകമായിട്ട് മാറും. അപ്പൊ നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കകത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട വില്ലനായിട്ട് നമുക്ക് ഈ ആന്തരിക മനുഷ്യനെ കാണാൻ പറ്റണം. ആ ആന്തരിക മനുഷ്യൻ രൂപപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് പോകാൻ പറ്റണം. ആ ആന്തരിക മനുഷ്യനെ പരിശോധിച്ച്, ആ ആന്തരിക മനുഷ്യനെ ചികിത്സിച്ച്, ആ ആന്തരിക മനുഷ്യനെ ക്രിസ്തു സ്നേഹത്തിൽ നിമഞ്ജനം ചെയ്യാൻ നമുക്ക് കഴിയണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ആത്മശോധനയുടെ രണ്ടാം പകുതി യഥാർത്ഥത്തിൽ നമുക്ക് രൂപാന്തരം ഉണ്ടാക്കുന്ന, ഒരു പരിവർത്തനം ഉണ്ടാക്കുന്ന തലത്തിലേക്ക് വരാൻ പറ്റും. പുറമെ വലിയ സ്നേഹമൊക്കെ അഭിനയിക്കുന്നു, സ്നേഹമൊക്കെ പ്രവർത്തിക്കുന്നു, സാധാരണ കണ്ടാൽ ഒന്നും മനസ്സിലാവുന്നില്ല, ഇത് അഭിനയമാണെന്ന് പോലും തോന്നുന്നില്ല, അവരവർ പോലും തിരിച്ചറിയുന്നില്ല അഭിനയമാണെന്ന്. വലിയ സ്നേഹത്തിലല്ലേ പ്രവർത്തിച്ചതെന്ന് തോന്നുന്നു. മത്തായി സുവിശേഷത്തിൽ 7:15 പറയുന്നുണ്ട് ഫരിസേയരെയും നിയമജ്ഞനെയും കുറിച്ച്. അവർ വ്യാജ പ്രവാചകന്മാരാണ്, ആടുകളുടെ വേഷത്തിൽ വരുന്ന ചെന്നായ്ക്കളാണ്, ഉള്ളിൽ കടിച്ചു കീറുന്ന ചെന്നായ. ഇത് അവർ പോലും അറിഞ്ഞിരുന്നില്ല. ക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോഴും അവർ കരുതുന്നത് ക്രിസ്തു തെറ്റ് ചെയ്തതാണ്, അതല്ലാതെ തങ്ങൾ തെറ്റ് ചെയ്യുകയാണെന്ന് അവർക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ അകത്ത് ഈ ചെന്നായിരിക്കുന്നു. നമ്മുടെ അകത്ത് പലപ്പോഴും ഈ പറഞ്ഞ സെൽഫ് ഇമ്പോർട്ടൻസിന്റെയും ഞാനെന്ന വ്യക്തിയുടെ മഹാത്മ്യത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു ധാരണയുടെയൊക്കെ അകം നിറഞ്ഞിരിക്കുക. ആ അകനിറവിന്റെ പ്രവൃത്തിയാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷെ നമ്മൾ കരുതുന്നത് ഈ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പെരുമാറുന്നു, നമ്മളോട് പ്രതികരിക്കുന്നതനുസരിച്ച് പെരുമാറുന്നു എന്നാണ്. ഞാൻ എന്നെ ഏറ്റവും വലിയൊരാളായിട്ട് കരുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ ചെറുതാക്കുന്ന രീതിയിൽ ഒരാൾ പെരുമാറുന്നത്. അപ്പോൾ എൻ്റെ ആന്തരികനായ ഈ മനുഷ്യനത് കുത്തേൽക്കും. അയാൾക്കുണ്ടാകുന്ന സമ്മർദ്ദമാണ് ബാഹ്യമായ മനുഷ്യൻ പ്രകടിപ്പിക്കുന്ന അസ്വസ്ഥതകൾ. അയാൾ ബഹളം വയ്ക്കുന്നു, അയാൾ മറ്റുള്ളവരെ കയർക്കുന്നു, അയാൾ അധികാരഭാവം പ്രയോഗിക്കുന്നു. അതിലെല്ലാം പ്രകടമാകുന്നത് ഈ ആന്തരിക മനുഷ്യന്റെ പ്രവൃത്തിയാണ്. അപ്പൊ ആന്തരിക മനുഷ്യനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം, ഉള്ളിലുള്ളവനെ തിരിച്ചറിയാൻ പറ്റണം. നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ട്. ആ യേശു നമ്മുടെ അകത്ത് പ്രവർത്തനക്ഷമമാകണമെങ്കിൽ, അല്ലെങ്കിൽ അനുഭവപ്രദമായ സ്നേഹമായി പരിവർത്തിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ അകത്ത് ക്രിസ്തു സ്നേഹത്തെ തടഞ്ഞു നിർത്തും വിധം പ്രബലമായി രൂപപ്പെട്ടിട്ടുള്ള ആന്തരിക മനുഷ്യനെ നമുക്ക് രൂപാന്തരപ്പെടുത്താൻ കഴിയും. എങ്ങനെയാണ് ആന്തരിക മനുഷ്യനെ നവീകരിക്കുക? മനസ്സിന്റെ നവീകരണത്തെക്കുറിച്ച് റോമർ ലേഖനം 12:2 പറയും, നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി നിങ്ങൾ നവീകരിക്കപ്പെടട്ടെ. മനസ്സിന്റെ ചൈതന്യം വഴി നവീകരിക്കപ്പെട്ട് ദൈവത്തിന് ഇഷ്ടമനുസരിക്കുന്നവരായി, ദൈവത്തിന് പ്രീതികരമായത് എന്തെന്ന് തിരിച്ചറിയുന്നവരായി നമുക്ക് മാറാൻ കഴിയണം. അങ്ങനെ മാറാൻ കഴിയണമെങ്കിൽ കേവലമായി വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നു, വചനം അറിയുന്നു എന്നതുകൊണ്ടായില്ല. ഈ വചനത്തിനനുസരിച്ച് ഈ അകത്തുള്ള മനുഷ്യനെ കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഈ അകത്തുള്ള മനുഷ്യനെ നമുക്ക് നവീകരിക്കാൻ കഴിയണം, ആന്തരിക മനുഷ്യനെ. ആ ആന്തരിക മനുഷ്യൻ എങ്ങനെയാണ് അങ്ങനെ രൂപപ്പെട്ടത്? ആ രൂപപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് കടന്നുപോയിട്ട് അവനെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയണം. ആ മനുഷ്യനെ വീണ്ടെടുക്കുമ്പോഴാണ് വ്യക്തിതലത്തിൽ ഒരാൾക്ക് ക്രിസ്തു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നവനായും ക്രിസ്തുവിനെ ഈ ലോകത്ത് അടയാളപ്പെടുത്തുന്നവനായും ജീവിക്കാൻ പറ്റും. ഇസ്രായേലിനെ കുറിച്ച് കർത്താവിനുണ്ടായിരുന്ന വിമർശനം അതാണ്, നിങ്ങൾ പുറമേ കാണുന്നവരെ പോലെയല്ല. മത്തായി സുവിശേഷത്തിൽ 23:28 പറയുന്നുണ്ട്, ബാഹ്യമായി നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ അനീതിയും കാപഢ്യവും നിറഞ്ഞവരാണ്. ഇത് നമ്മെക്കുറിച്ച് പറയുന്നൊരു കാര്യമായിട്ട് നമ്മൾ എടുക്കണം. നമ്മെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, പുറമേ ബാഹ്യമായി നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ എത്ര സാധുവോ, എന്നൊരു ജീവിതത്തിൽ ഇടഞ്ഞാൽ മാത്രമല്ലേ മനസ്സിലാവുള്ളൂ ഞാൻ ആരാണെന്ന്. ഇടഞ്ഞാലും മനസ്സിലാവണമെന്നില്ല. ഇടഞ്ഞാലും വിചാരിക്കുമ്പോൾ താൽക്കാലികമായി അത് അങ്ങനെ സംഭവിച്ചു പോയതാണെന്ന് വിചാരിക്കും. ഒരു നിമിഷത്തെ കൈപ്പിഴ, അബദ്ധം, വീഴ്ച എന്നൊക്കെയാണ് നമ്മൾ പറയാം. പക്ഷേ ഒരാളുടെ ആന്തരിക മനുഷ്യനെ തിരിച്ചറിയുമ്പോൾ മാത്രമേ ഈ കാപഢ്യവും അനീതിയൊക്കെ മനസ്സിലാവും. ഇത് സ്വയം മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, സെൽഫായിട്ട് അസസ് ചെയ്യേണ്ട കാര്യമാണ്. പുറമേ നിന്ന് ഒരാൾക്ക് ഇത് മനസ്സിലാവില്ല. പുറമേ നിന്ന് ഈ ബിഹേവിയറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇയാളുടെ പ്രവൃത്തി ഇങ്ങനെയാണ്. അത് ഒരുപക്ഷെ കാണുന്നയാൾക്കോ അല്ലെങ്കിൽ കേൾക്കുന്നയാൾക്കോ ഒന്ന് അങ്ങനെയൊക്കെ പെരുമാറ്റം ഉണ്ടാവുമ്പോൾ, ഇങ്ങനെയൊക്കെ സന്ദർഭം ഉണ്ടാകുമ്പോൾ മനുഷ്യരല്ലേ അവർക്ക് വീഴ്ച ഉണ്ടാവുന്നതാണ്. പക്ഷെ ഈ ആന്തരിക മനുഷ്യന്റെ പ്രബലത, ആന്തരിക മനുഷ്യന്റെ ബലം, ആ ബലമാണ് ഈ ബാഹ്യപ്രവൃത്തികളിൽ ഈ അസ്വസ്ഥതകളൊക്കെ ഉണർത്തുന്ന പ്രവൃത്തികളായിട്ട് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ആന്തരിക മനുഷ്യനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടാകണം. ബാഹ്യമായി കാണപ്പെടുന്നത് പോലെ തന്നെയാണോ നമ്മൾ? ആന്തരികമായിട്ട് വ്യത്യാസമുണ്ടോ? പ്രധാനമായും നമുക്ക് 7 സ്വഭാവങ്ങൾ നമുക്കുണ്ടോ എന്ന് ചിന്തിക്കാം.
നമ്മെക്കുറിച്ച് തന്നെ എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള സെൽഫ് ഇമ്പോർട്ടൻസ് തോന്നുന്ന, ഗാംഭീര്യമുള്ള ആളാണ്, ശ്രേഷ്ഠതയുള്ള ആളാണ് ഞാൻ വളരെ വലിയ ആളാണ് എന്ന് തോന്നുന്നുണ്ടോ? അത് പുറമെ നോക്കി കാണാൻ കഴിയില്ല. ഇത് മൂലപാപങ്ങളിലൊന്നാണ്, അഹങ്കാരമാണ്. പക്ഷെ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇങ്ങനൊരു അഹങ്കാരം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചാൽ വളരെ എളിമയുള്ള, വളരെ നല്ലവനായ ഒരാളായിട്ട് നമുക്ക് മനസ്സിലാവും. അത് ഈ ആന്തരിക മനുഷ്യന്റെ പണിയാണ്. അയാൾ ഇതിനെല്ലാം നീതീകരണം കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാള് നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും നമ്മൾ നല്ലവനായിട്ടേ കാണപ്പെടും. നമ്മൾ തന്നെയാണ് അസസ് ചെയ്യുന്നത്. അവിടെയാണ് യോഹന്നാൻ 3:30 സ്നാപകൻ പറയാണ്, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. ക്രിസ്തു എന്നിൽ വളരണം, ഞാൻ കുറവുള്ളവനാകണം, എൻ്റെ പരിമിതികൾ ഞാൻ അറിയണം, അങ്ങനെ ഞാൻ കുറയണം, ഞാൻ ഭാവം കുറയണം. ഡിനേ ഹിംസെൽഫ്, അവനവനെ പരിത്യജിക്കണം. നമുക്ക് കയ്യിലുള്ള എന്തെങ്കിലും പരിത്യജിക്കുന്നതല്ല വിഷയം, നമുക്ക് നമ്മെ തന്നെ എത്രത്തോളം കൈവിടാൻ പറ്റും എന്നുള്ളതാണ്. അവിടെയാണ് ക്രിസ്തുവിനുണ്ടായിരുന്ന എളിമ നമുക്കുണ്ടാകണം. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ കാണാം, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ. എന്താണ് ആ മനോഭാവം? അവരൻ ശ്രേഷ്ഠനാണെന്ന മനോഭാവമാണ്. അവരൻ ക്രിസ്തുവിനെ കാണുകയും അവരൻ ശ്രേഷ്ഠനായി പരിഗണിക്കപ്പെടുകയും ചെയ്യണം. അങ്ങനെ ഡിനേ ഹിംസെൽഫ്, ഞാൻ കുറവുള്ളവനാണ്, ഞാൻ എൻ്റെ പരിമിതിയെ മനസ്സിലാക്കണം, ഞാൻ പോരായ്മയുള്ളവനാണ്. ഇത് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് കാര്യം ഉണ്ടായില്ല. മനസ്സിലാവേണ്ട എന്താണ്? ക്രിസ്തുവുമായി ചേർത്ത് വെച്ച് എന്നെ പരിശോധിക്കണം, എൻ്റെ പരിമിതികളെ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, വിശുദ്ധീകരിക്കുന്ന ആത്മാവിന്റെ ശക്തിയാൽ എൻ്റെ ആന്തരിക മനുഷ്യനിലുള്ള ഈ അഹംബോധം, ഞാനെന്ന ഭാവം, ഞാൻ പ്രധാനപ്പെട്ടതെന്ന ചിന്ത, അത് എന്നിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാനും യേശുവാണ് പരമാർത്ഥം എന്ന നിലയ്ക്ക് യേശുവിനെ അനുഭവിക്കാനും എനിക്ക് കഴിയണം. അതിന് ദൈവത്തിന് പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. പ്രാർത്ഥനയിൽ നിരന്തരം വേണ്ട ഒരു ജാഗ്രത അതാണ്. അത് ആത്മാവിന്റെ പ്രവർത്തനം വഴി സംഭവിക്കേണ്ട കാര്യമാണ്, മാനുഷികമായി സംഭവിക്കാവുന്ന ഒരു കാര്യമല്ല. പക്ഷെ നമുക്ക് അവെയർ ആകാൻ പറ്റും, നമുക്ക് ഈ കുഴപ്പമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരെയും വലിയവനാണ് ഞാനെന്നും ഞാനൊരു മഹാസംഭവമാണെന്നും ഞാൻ കരുതുന്നുണ്ടോ? എല്ലാവരും എന്നെ അംഗീകരിക്കണമെന്നൊരു മനോഭാവം എനിക്കുണ്ടോ? എൻ്റെ അകത്ത് ഈ മൂലപാപമുണ്ടോ ഉണ്ടെങ്കിൽ അത് കുമ്പസാരത്തിൽ നമുക്ക് ഏറ്റുപറയാൻ പറ്റും. പാപങ്ങൾ പരിഹരിക്കപ്പെടുന്നത് അങ്ങനെയാണ്. ഇതൊരു പാപകരമായ സ്വഭാവമാണ്, പാപത്തിന്റെ സ്വാധീനമാണ്. അപ്പൊ എന്ത് ചെയ്യണം? അത് കുമ്പസാരത്തിൽ ഏറ്റുപറയണം. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത്, നമ്മൾ ഈ കാര്യമൊന്നും പറയില്ല, തർക്കം ഉണ്ടായത് പറയും, പരസ്പരം വിളിച്ച അസഭ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞേക്കും, ഇങ്ങനെ കുഴപ്പമുണ്ടാക്കി എന്ന് പറഞ്ഞേക്കും, എനിക്ക് കടുത്ത ദേഷ്യം ഉണ്ടായെന്നൊക്കെ പറഞ്ഞേക്കും, ഈ കോപസ്വഭാവത്തെയൊക്കെ പറഞ്ഞേക്കും. പക്ഷെ അതിന്റെ മൂലവേര് നിൽക്കുന്നത് ഈ പറഞ്ഞ ഞാൻ പ്രധാനപ്പെട്ടത് എന്ന, ഗാംഭീര്യമുള്ളവനെന്ന്, ഞാൻ വളരെ പർട്ടിക്കുലറായി വ്യത്യസ്തതയുള്ള ഒരാളാണെന്ന്, ഞാൻ എന്തൊക്കെയോ ആണെന്ന്, അതിന്റെ പേരാണ് അഹങ്കാരം. അത് നമ്മൾ ഏറ്റുപറയില്ല. അങ്ങനെ ഉള്ളത് കൊണ്ട് എനിക്ക് എന്നെ കുറ്റപ്പെടുത്തും അംഗീകരിക്കാൻ പറ്റണില്ല, എന്നെ മറ്റുള്ളവർ അവഗണിക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല, എന്നെ മറ്റുള്ളവർ ആദരിക്കാതെ പോകുമ്പോൾ എനിക്ക് അവരോട് വൈഷമ്യം ഉണ്ടാവുന്നു. ഇതൊക്കെ നമ്മൾ ഈ മറ്റുള്ളവർ കാണിക്കുന്ന പ്രവൃത്തിയെക്കുറിച്ചൊക്കെ കുമ്പസാരത്തിൽ പറയും. ഇതെല്ലാം ഞാനെന്ന ബോധം, ഞാനെന്ന അഹംഭാവം എൻ്റെ അകത്തുള്ളത് കൊണ്ടാണ് എന്ന കാര്യം നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഒട്ടനവധി കുടുംബങ്ങൾക്കകത്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന കാര്യമാണ് ഈ അഹംഭാവം, ഞാനെന്ന ഭാവം. അത് കലഹങ്ങളൊക്കെ അതിന്റെ പേരിലുണ്ടാകുന്നത്. ഈഗോ എന്നൊക്കെ നമ്മൾ പറയില്ലേ, കലഹങ്ങളൊക്കെ അതിന്റെ പേരില്ല. പക്ഷെ എന്നിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഇതൊക്കെ ചെകുത്താന്റെ പണിയാണ്. കുറ്റം മുഴുവൻ അവിടെ തല വെച്ച് കെട്ടിയിട്ട് അത് ഈ ആന്തരിക മനുഷ്യൻ നമ്മെ നിർബന്ധിക്കുന്നതാണ്. കാരണം നീ ഒരു പെർഫെക്റ്റ് ആണ്, നീ ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. അപ്പോൾ നമുക്കിത് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ കുറവുള്ളവരായി കാണപ്പെടുമ്പോൾ നിശ്ചയമായിട്ടും അത് കുമ്പസാരത്തിൽ നമുക്ക് ഏറ്റുപറയാൻ പറ്റണം. യേശുവിനെ ധരിക്കാൻ മാത്രം ആത്മാവിന്റെ വിശുദ്ധീകരണം കൊണ്ട് ചെറിയവരായി മാറാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും വേണം. ഇത് ഒരാളിൽ രൂപപ്പെടുന്ന 2 കാരണങ്ങൾ കൊണ്ടാണ്. കുട്ടിക്കാലത്തുണ്ടാകുന്ന ചില അനുഭവങ്ങളാണ്. ബാല്യകാലം മുതൽ നാം അനുഭവിക്കുന്നതിലൂടെയാണ് നമ്മൾ ഒരു ആന്തരിക മനുഷ്യൻ ബലം പ്രാപിക്കുന്നത്. ആ ആന്തരിക മനുഷ്യൻ ബാല്യകാലത്ത് അനുഭവിച്ച എല്ലാ കുറവുകളും പരിമിതികളുമാണ് അയാൾ എങ്ങനെ ആക്കി തീർക്കുന്നത്. കഠിനമായ പീഡനങ്ങൾ, വിമർശനങ്ങൾ, അല്ലെങ്കിൽ അമിതമായ ലാളന. ഇപ്പോൾ സാധാരണ കുട്ടിക്ക് ചോറ് കുഴച്ചു കൊടുക്കുമ്പോൾ അമ്മ അറിയാതെ ഒരു അഹങ്കാര കുട്ടിക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. നീ മോനി ചോറ് ഉണ്ണ്,
മോനാണ് ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും നല്ല കുട്ടിയാ നീ, എന്ത് നല്ല കുട്ടിയാന്ന് നോക്കിയ എൻ്റെ അമ്മയുടെ ഓമന എന്ന് പറഞ്ഞിട്ടാ കൊടുക്കണേ. ഈ ഉരുട്ടിയ ഉരുളയ്ക്കകത്ത് മറ്റേ കുട്ടിയെ നോക്കി ആ കുട്ടിയെ പോലെ ഒന്നും അല്ല നീ, അതൊക്കെ ചീത്ത കുട്ടികളാ, മോൻ നല്ല കുട്ടിയാ. നാം പോലും അറിയാതെ നമ്മുടെ അകത്തേക്ക് വിഷം കയറുന്നുണ്ട്. ഉരുട്ടുന്ന ഓരോ ഉരുളയ്ക്കൊപ്പവും അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് ഒരാളെ ജീവിതത്തിൽ എന്നേക്കുമായി തകർക്കാൻ കഴിയുന്ന കടുത്ത വിഷമാണെന്ന് ഈ പറയുന്ന അമ്മയ്ക്ക് പോലും അറിയില്ല. അപ്പൊ അങ്ങനെ ബാല്യകാലം മുതലുള്ള ജീവിതാനുഭവങ്ങളിലൂടെയാണ് ഇങ്ങനെ സ്വകേന്ദ്രീകൃതമായ ഞാനെന്ന ഭാവത്തിൽ അഭിരമിക്കുന്ന ഒരാൾ രൂപപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ബാല്യകാലം മുതൽ നമ്മിലേക്ക് കടന്നു വന്ന ഈ അഹംബോധത്തിന്റെ ചിന്തകളെ, ഞാൻ വളരെ ശ്രേഷ്ഠനെന്നും മറ്റുള്ളവരൊക്കെ തരം താഴ്ന്നവരുമാണെന്നുള്ള ചിന്തയെ തിരക്തം കൊണ്ട് കഴുകണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം. അതേപോലെ തന്നെ കഠിനമായ ആക്രമണങ്ങൾ, നീ ഒന്നുമല്ല, നീ ഒരു കഴിവുമില്ലാത്തവനാണെന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്ത് വളരുന്ന ബാല്യങ്ങളുണ്ടല്ലോ, മർദ്ദനമേറ്റൊക്കെ വളരുന്ന ബാല്യങ്ങൾ. അപ്പോൾ അവിടെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവഗണിക്കപ്പെട്ടെടുത്ത് തരം താഴ്ത്തപ്പെട്ടെടുത്ത് വേദന അനുഭവിച്ച മുറിവേറ്റൊരു മനുഷ്യൻ പ്രതികാരദാഹിയായി രൂപം പ്രാപിക്കുന്നത് ഞാൻ ഏറ്റവും നല്ലവൻ, ശ്രേഷ്ഠൻ, ശക്തൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അവിടെ നമ്മൾ തിരക്തം കൊണ്ട് കഴുകി ആ ജീവിതാനുഭവങ്ങളെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കണം. ആന്തരികമായ ഒരു സൗഖ്യം ആ മേഖലയിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് നമ്മെ തന്നെ കാണാൻ പറ്റൂ. അപ്പോഴേ നമ്മുടെ അന്ധത മാറൂ. അഹങ്കാരം ഒരു അന്ധതയാണ്, അത് മാറിയാലേ നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താൻ പറ്റും. അപ്പോഴേ അവരിനോട് സ്നേഹപൂർവ്വം നമുക്ക് പെരുമാറാൻ പറ്റും. ബാഹ്യമായി പെരുമാറുന്ന കാപട്യത്തെക്കുറിച്ചല്ല പറയുന്നത്, ഹൃദയതലത്തിൽ ഒരു ബന്ധം മറ്റുള്ളവരുമായി പുലർത്താൻ നമുക്ക് പറ്റും. തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിജയങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്ന, അല്ലെങ്കിൽ തനിയെ കഴിവുള്ളവനാണെന്ന് ഹൃദയത്തിനകത്ത് പറയുന്ന, നിരന്തരമായി കഴിവുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതം നമുക്കുണ്ടോ? മറ്റുള്ളവർ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഇതിനേക്കാൾ വലിയ കാര്യങ്ങളൊക്കെ പണ്ടേ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മളെന്ത് മഹാനാണ്, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നൊരു കാര്യമുണ്ടോ എന്ന് ആലോചിക്കണം. നമ്മൾ ഈ ലോകത്ത് എത്ര നിസ്സാരനാണെന്നറിയാം. എത്രയോ കഴിവുകളുള്ള മനുഷ്യർ, എത്രയോ കഴിവുകൾ പ്രകടിപ്പിച്ച മനുഷ്യർ, അസംഖ്യം ലക്ഷോപലക്ഷം കോടിക്കണക്കിന് മനുഷ്യർ കഴിവ് പ്രകടിപ്പിച്ചവരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിച്ച ഭൂമിയിലാണ് മഹാരഥന്മാരായ ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടുള്ളത്. വിശ്വാസം പറയുന്ന സമയത്ത് ആലോചിക്കുക, വിശ്വാസത്തിന്റെ പ്രഘോഷണത്തിൽ എത്രയോ ഉന്നതിയിലെത്തിയ ആളുകൾ, നമ്മൾ വളരെ നിസ്സാരരാ. പക്ഷെ നമ്മൾ കരുതിക്കൊണ്ടിരിക്കുന്നത് എന്താ? നമ്മളല്ലേ എല്ലാം അറിയുന്നയാൾ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഇത്രയും കാലം വെളിപ്പെടാത്ത രഹസ്യം ഞാൻ പറയുന്നു എന്നൊക്കെ ആളുകൾ പറഞ്ഞിട്ടില്ലേ? അകമേ ഒരു ഭാവം ഉണ്ടാവാം, പുറമേ ഭയങ്കര എളിമ കാണിക്കുമ്പോഴും ഇതൊന്നും എൻ്റെ അറിവല്ല, കഴിവല്ല എന്നൊക്കെ പറയുമ്പോഴും അതിനകത്തും ഈ പറഞ്ഞ ഞാനാണ് പ്രധാനം, എൻ്റെ കഴിവ് കണ്ടോ എന്ന് ചോദിക്കുന്ന പ്രകൃതം ഉണ്ടാകും. ഇതൊക്കെ നമ്മിലുണ്ടോ എന്ന് നമ്മൾ സ്വയം വിമർശനപരമായി പരിശോധിക്കണം. നമുക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. മറ്റൊരാൾക്ക് പുറമേന്ന് ചെയ്യാൻ പറ്റിയ പ്രവൃത്തിയല്ല. പുറമേന്ന് ചെയ്യുന്നുണ്ട്, ഇതിനെതിരായ പ്രവൃത്തിയൊക്കെ പ്രതികരണമൊക്കെ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അകത്ത് പ്രബലനാണ്. അതുകൊണ്ട് അവനവനെ അഴിച്ചു പണിയുക എന്നൊരു കാര്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധ ഉണ്ടാവണം. ഇങ്ങനെ കഴിവിലും വിജയങ്ങളിലും ഒക്കെ അഭിരമിക്കുന്ന ഒരു പ്രകൃതം ഉണ്ടോ അകമേ എന്ന് പരിശോധിക്കണം. അതിന് കാരണവും ഇപ്രകാരം പ്രശംസ കിട്ടാത്തതോ, ആരും നമ്മൾ അംഗീകരിക്കാതെ പോയ കാര്യങ്ങളോ, നമ്മുടെ വിജയം മറ്റുള്ളവർ അംഗീകരിക്കാതെ പോയതിൻ്റെയൊക്കെ വേദനയാവാം. അതല്ലെങ്കിൽ നമ്മെക്കുറിച്ച് ഇങ്ങനെ ഭയങ്കര കഴിവുള്ള കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ബാല്യകാലത്തൊക്കെ നമ്മളെ പുകഴ്ത്തുമല്ലോ, അങ്ങനെ ഉണ്ടായ അമിതമായ വർണ്ണനകളും പുകഴ്ത്തലുള്ളതാകാം. ജീവിതത്തിൽ നേരിട്ട ഈ വിരുദ്ധങ്ങളായ രണ്ട് അനുഭവങ്ങളെയും തിരക്തം കൊണ്ട് കഴുകണം. എന്നിട്ട് എൻ്റെ ആന്തരിക മനുഷ്യനിൽ ദൈവസ്നേഹം നിറയ്ക്കണമേ, ക്രിസ്തുവിനെ ധരിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം. മനുഷ്യന്റെ ഏറ്റവും വലിയൊരു കുഴപ്പം ഒരു ആരാധന ആഗ്രഹിക്കുന്ന ആളാണ്. മറ്റുള്ളവരൊക്കെ നമ്മൾ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ഒരു പുളകം നമുക്കുണ്ടാവും. അങ്ങനെ ആരാധിക്കപ്പെടാനുള്ളൊരു പ്രവണതയുണ്ടോ? മറ്റുള്ളവർ പ്രശംസിക്കണം, എപ്പോഴും നമ്മൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം, അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടോ? അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഈ പുകഴ്ത്തൽ കുറഞ്ഞു പോയാൽ നമ്മൾ അസ്വസ്ഥരാകാൻ തുടങ്ങും. ബന്ധങ്ങൾക്കകത്തൊക്കെ അപജയം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഇതാണ്. ഈ ഇങ്ങനെ മുഖസ്തുതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കാൻ ഭയങ്കര സുഖമാണ്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഈ നേരത്തെ പറഞ്ഞു പോയ കുടുംബ സാഹചര്യങ്ങളിലോ ജീവിത പശ്ചാത്തലങ്ങളിലോ ഇതൊക്കെ കിട്ടാതെ പോയതിൻ്റെയോ അംഗീകരിക്കപ്പെടാതെ പോയതിൻ്റെയോ അല്ലെങ്കിൽ അനർഹമായി നിരന്തരം ഈ പുകഴ്ത്തിൽ കേട്ടു വന്നതിൻ്റെയോ ഒക്കെ പ്രതിഫലനമാകും. അപ്പോൾ എന്താണ് നമ്മുടെ അകത്തുള്ള പരിമിതി എന്ന് തിരിച്ചറിയണം, നമുക്കത് പരിഹരിച്ചു പോകാൻ കഴിയണം. നാലാമത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് എപ്പോഴും ഈ പരിഗണന, പരിചരണം ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും പരിചരിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് നമ്മുടെ കാര്യമൊക്കെ ചെയ്തു തന്നുകൊണ്ടിരിക്കുക, നമുക്ക് ഒരു 5 സ്റ്റാർ മോഡൽ ജീവിതമാണ് വേണ്ടത്. കഴിഞ്ഞൊരു ഭാഗത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഭക്ഷണം ഒരുക്കി തരിക,
കാല് തിരുമ്പി ചുറ്റുപാട് വരുന്ന ആളുകൾ ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ അവകാശമാണെന്ന് കരുതുന്നു. ഇതൊക്കെ എൻ്റെ അവകാശമാണ്, ഇതൊക്കെ എനിക്ക് കിട്ടേണ്ടതാണ്, ഞാൻ രാജകീയ പ്രൗഢിയിലാണ്. അപ്പോൾ വെഞ്ചാമരം വീശി തോഴിമാരൊക്കെ ഉണ്ടായി, കാലൊക്കെ തിരുമ്മി, അങ്ങനെ ഇത് ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങാൻ ശ്രമിക്കും. ഒരുപക്ഷെ നമ്മൾ ഭയങ്കര ദയനീയത പറഞ്ഞിട്ടായിരിക്കും, വേദന എടുക്കുന്നു, അയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ഇത് ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ ഇത് അവകാശപ്പെട്ടതാണ്, ഇത് കിട്ടണം. ഇങ്ങനെ അവരിൽ നിന്ന് പരിചരണം കിട്ടാൻ, പരിഗണന കിട്ടാൻ, നിരന്തരമായി ശുശ്രൂഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. യേശു പറഞ്ഞല്ലോ, നാം വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും ജീവൻ മോചനദ്രവ്യമായി അർപ്പിക്കാനുമാണ്. ക്രിസ്തുഭാവത്തിന് നേർ വിപരീതമായി ശുശ്രൂഷകൾ ആഗ്രഹിക്കുന്ന, എല്ലാവരുടെയും പരിചരണം ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് ഞാൻ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഒരുപക്ഷെ കുടുംബ സാഹചര്യങ്ങളിലൊക്കെ ഈ പരിചരണം കിട്ടിയതിൻ്റെ ആവാം, അല്ലെങ്കിൽ ആരാലും പരിചരണം കിട്ടാതെ പോയതിൻ്റെ ആകാം, അതിനെക്കുറിച്ചുള്ള വ്യാകുലമാകാം. ഇങ്ങനെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ ഒരു മനുഷ്യൻ, ഈ പരിചരണത്താക്കിയ ഒരു മനുഷ്യനുണ്ടോ? അതുകൊണ്ട് അവരെന്നെ ഇങ്ങനെ ശുശ്രൂഷിച്ചു കൊള്ളണം, ഇത് അവരുടെ കടമയാണ്, ഇത് അവർക്ക് ചെയ്തു തരേണ്ടതാണ് എന്ന് പറയുന്നൊരു മനോഭാവം നമുക്കുണ്ടോ എന്ന് ആലോചിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് യേശുവിൻ്റെ രക്തത്താൽ കഴുകി പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിനകത്ത് എവിടെയോ കടന്നുകൂടിയ ഒരു മുറിവിൻ്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിഷേധാത്മകമായ അനുഭവത്തിൻ്റെയോ പ്രതിഫലനമാണത്. നാം വന്നിട്ടുള്ളത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനാണ്, ശുശ്രൂഷിക്കപ്പെടാനല്ല. ആ ഒരു ബോധ്യം നമ്മുടെ അകത്ത് ഉറപ്പിക്കണം. അപ്പോൾ വചനം ഉറയ്ക്കണമെങ്കിൽ തിരുരക്തം കൊണ്ട് കഴുകി നമുക്കേറ്റ മുറിവുകളിൽ നിന്ന് മോചനം നേടി സൗഖ്യം പ്രാപിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ വചനം നമ്മിൽ സമൃദ്ധമായി വസിക്കൂ. അതുകൊണ്ട് അത് അസസ് ചെയ്യാൻ പറ്റണം, തിരുരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കാൻ പറ്റണം. നാം നമ്മെ മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ മനസ്സിന്റെ കളികളിൽ പകുതി തീരും. നമ്മളെ നാം തിരിച്ചറിയുന്നുണ്ട് എന്ന് വന്നാൽ അപ്പോൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇനി പല വിധങ്ങളിൽ മറ്റുള്ളവരെ ഉപയോഗിക്കുന്നവരാണോ നമ്മൾ? ഒരു ചൂഷണത്തിന്റെ മനോഭാവം നാം നേരിട്ടൊന്നും പറയാനുണ്ടാവില്ല, ബലം പ്രയോഗിച്ചിട്ടൊന്നും ആയിരിക്കില്ല, പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാക്കി അവരെന്നെ ഊറ്റുക എന്നൊക്കെ പറയില്ലേ, ചൂഷണം ചെയ്യുന്നൊരു പ്രവൃത്തി. വസ്തുക്കൾ ഉപയോഗിക്കുകയും മനുഷ്യരെ സ്നേഹിക്കുകയാണ് വേണ്ടത്. പക്ഷെ നാം പലപ്പോഴും മനുഷ്യരെ നമ്മൾ പല വിധത്തിൽ, ഒന്നില്ലെങ്കിൽ താഴ്ന്നു കൊടുത്ത് ബലഹീനതയൊക്കെ പറഞ്ഞുകൊണ്ടാകാം, അല്ലെങ്കിൽ ധാർഷ്ട്യത്തോടെയാകാം, രണ്ട് തരത്തിലായാലും അവരെ ഉപയോഗിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടോ? സൂക്ഷ്മമായി പരിശോധിക്കണം. നമുക്ക് ഉപകാരമുള്ളവരോട് നമുക്ക് കാണുന്ന ഒരു സ്നേഹമൊക്കെ ഉണ്ടല്ലോ, നമുക്കതെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ സ്നേഹമൊക്കെ കളങ്കിതമാകുന്ന അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ നമുക്കുണ്ടോ? മറ്റുള്ളവർ ഉപയോഗിക്കുന്ന, ചൂഷണം ലക്ഷ്യമാക്കിയ ഒരു മനോഭാവം നമ്മുടെ അകത്തുണ്ടോ? അങ്ങനെ ഒരു മനോനിലയിലുള്ള ഒരു ആന്തരിക മനുഷ്യൻ നമ്മുടെ അകത്തുണ്ടോ എന്ന് പരിശോധിക്കണം. ഒരു സഹാനുഭൂതിയുള്ള മനോഭാവം ഉണ്ടോ? ഒരു എമ്പത്തിക് വേയിലാണോ? മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയുന്നുണ്ടോ? മറ്റുള്ളവരുടെ വിഷമങ്ങളും അസ്വസ്ഥതകളും തിരിച്ചറിയാൻ കഴിയുന്നൊരു മനസ്സാണോ നമുക്കുള്ളത്? നമ്മൾ പലപ്പോഴും നമ്മളെ കേന്ദ്രീകരിച്ചാണ് എപ്പോഴും ചിന്തിക്കുക. അവരുടെ വിഷമങ്ങളും ദൈന്യതയൊന്നും നമ്മെ ബാധിക്കുന്നതല്ല. മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ, അവനായിരിക്കുന്ന സ്ഥിതി മനസ്സിലാക്കാൻ, സഹാനുഭൂതിയോടെ പ്രവർത്തിക്കാൻ കഴിയുന്നവരാണോ നമ്മളെന്ന് ആലോചിക്കണം. ഇതിന് നേർ വിപരീതമായി ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയാത്ത, ഒട്ടുമേ സഹാനുഭൂതിയില്ലാത്ത, എമ്പതിക്കല്ലാത്തൊരു മനുഷ്യന് അകമയുണ്ടോ എന്ന് ആലോചിക്കണം. അയാൾ ബാഹ്യമായിട്ടൊക്കെ ആളുകൾ കാണുമ്പോഴൊക്കെ സഹാനുഭൂതിയോടെ പ്രവർത്തിക്കുമെങ്കിലും ഹൃദയപരമായി ഇത്തരം സന്ദർഭങ്ങളിൽ അകറ്റി നിർത്തും, ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് അകന്നു നിർത്തും. ഇത് നമുക്ക് മാത്രമേ അറിയാൻ കഴിയൂ, നമ്മുടെ അകത്തേക്ക് തിരിഞ്ഞാലേ അറിയാൻ കഴിയൂ. വേദനിക്കുന്നവരോട് സഹാനുഭൂതിയുള്ളവരാണോ? വിശക്കുന്നവരെ കുറിച്ച് ഓർമ്മയുണ്ടോ? ലോകത്തെക്കുറിച്ച് ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് നമ്മുടെ മനോഭാവം? എത്ര ഇടുങ്ങിയതാണ് നമ്മുടെ മനോഭാവം? അത് വ്യക്തിപരമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ക്രിസ്തുവിൽ നമുക്ക് വളരാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ അടയാളമാണ് അതൊക്കെ. ഇനി മറ്റുള്ളവരുടെ നന്മയിൽ അസൂയയും അവനവൻ്റെ ശക്തിയിൽ അഹങ്കാരവും എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കണം. സാഹോദര്യ ബന്ധങ്ങൾക്കകത്തൊക്കെ വിള്ളലുണ്ടാക്കുന്ന അസൂയയും, എല്ലാവരിൽ നിന്നും വേറിട്ട് നിന്ന് ഒരു വിദ്യാഭിമാനത്തിന്റെ ബോധത്തിൽ ജീവിക്കുന്ന അഹങ്കാരവും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കണം. ഈ ആലോചനകൾ കൂട്ടിവെച്ച് വേണം ആത്മശോധന പൂർത്തിയാക്കാൻ. ഈ ആത്മശോധന അവനവനെ തന്നെ അസസ് ചെയ്യുന്ന, കണക്കാക്കുന്നതാണ്. എന്നെ തന്നെ ഞാൻ പരിശോധിക്കുക, എൻ്റെ ആത്യന്തികമായ സ്വഭാവത്തെ, എൻ്റെ ജീവിതത്തിലുള്ള പ്രവൃത്തിയുടെ അകക്കാമ്പായി നിലനിൽക്കുന്ന ആന്തരിക മനുഷ്യന്റെ പ്രവൃത്തിയെ ഗൗരവപൂർവ്വം നമുക്കൊന്ന് പരിശോധിക്കാൻ കഴിയണം. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് നമ്മിലുള്ള കുറവുകളും പോരായ്മകളും മനസ്സിലാകുക. അതല്ലാതെ അനുദിന പ്രവൃത്തികളിലെ പോരായ്മകളും കുറവുകളൊക്കെ പരിഹരിച്ചാലും അല്പനേരത്തേക്ക് മാനസാന്തരം വീണ്ടും പഴയ വഴിക്ക് പോകും. ഈ പഴയ വഴിയിലേക്ക് വീണ്ടും പോകാൻ കാരണം അടിസ്ഥാന ഭാവങ്ങളായി 7 കാര്യങ്ങൾ അകമേ ഉണ്ട്. മൂലഭാവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്
ജീവിതത്തിനകത്ത് നാം അനുഭവിച്ച നിഷേധാത്മകമായ അനുഭവങ്ങളിലൂടെ രൂപപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ കുറ്റക്കാരാണ്, തെറ്റുകാരാണെന്ന് ഓർത്ത് വിഷമിക്കാനല്ല പറയുന്നത്. നമ്മുടെ അകത്ത് ഇതുണ്ട്. അതിനെ നമുക്ക് രണ്ട് തരത്തിൽ, ഒന്ന് ആന്തരികമായ മേഖലയിൽ ബാല്യകാലം മുതൽ നാം അനുഭവിച്ച നിഷേധാത്മകമായ കാര്യങ്ങളായിരിക്കാം ഇത്തരത്തിലുള്ള സ്വഭാവ രൂപീകരണത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ മാറാൻ, ആന്തരിക മനുഷ്യൻ നമ്മൾ പ്രബലപ്പെടാൻ കാരണം. അപ്പൊ അവിടെ നമുക്ക് തിരുരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കാം, യേശുവിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ സ്നേഹത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ചതും യേശുക്രിസ്തുവിൽ വേരുവാകിയടി ഉറയ്ക്കാൻ എന്നെ ശക്തനാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എഫെസ്യർ 3:14 പ്രാർത്ഥിക്കാം. ഇന്നും ഇന്നലെയും എന്നും ഒരുവനായ യേശു. എബ്രായർ 13:8 പറയുന്നു, ഇന്നും ഇന്നലെയും എന്നും ഒരുവനാണ് യേശു. ആ യേശുവിന് അത് സാധിക്കും. നാം പിന്നിട്ട് പോകുന്ന വഴികളിൽ, നാം ജീവിച്ചു പോകുന്ന വഴികളിൽ, നാം അനുഭവിച്ച വേദനകളിലേക്ക് തിരികെ പോകാൻ നമുക്കൊരിക്കലും സാധ്യമല്ല, അഴിച്ചുപണിയാൻ സാധ്യമല്ല. പക്ഷേ യേശുവിന് അത് സാധിക്കും. ഇന്നും ഇന്നലെയും എന്നും ഒരുവനാണ്. നമ്മുടെ ജീവിതത്തിൽ നാം വേദന അനുഭവിച്ച പോയ കാലങ്ങളിലെ എല്ലാ ദുരനുഭവങ്ങളിലെ മുറിവുകളെയും തന്റെ രക്തത്താൽ കഴുകി സ്നേഹത്താൽ നിറച്ച് രൂപാന്തരപ്പെടുത്തും. അങ്ങനെ രൂപാന്തരപ്പെട്ടൊരു മനുഷ്യനായി മാറുമ്പോഴാണ് നമുക്ക് ഇത്തരം അധമബോധങ്ങളിൽ നിന്നും അനുചിതമായ ജീവിത പ്രയോഗങ്ങളിൽ നിന്നും മാറ്റം ഉണ്ടാകും. അങ്ങനെ ക്രിസ്തുവിൽ നാം നവീകൃതനാകുമ്പോഴാണ് നമുക്ക് സ്നേഹത്തിന്റെ മനുഷ്യരായി മാറാൻ പറ്റുക, മറ്റുള്ളവരെല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനുഷ്യരായി മാറാൻ പറ്റുക. അങ്ങനെ ആത്മസാക്ഷാത്കാരത്തിന്റെ വഴിയിൽ പുരോഗമിക്കാൻ പറ്റുക. സ്വയം നവീകരിക്കപ്പെടാനും ആത്മവിശുദ്ധീകരണത്തിലൂടെ സാക്ഷാത്കാര അനുഭവത്തിൽ എത്തിച്ചേരാനും സ്വയം സാക്ഷീകരിക്കുന്നവരായി ജീവിക്കാനും അവിടുത്തെ ആത്മാവ് നമ്മെ നിരന്തരം സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.